ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൊള്ള നടത്തിയിട്ടാണെന്ന് ആദ്യം ആരോപിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ രാഹുലിന്റെ ആരോപണം ശരിവച്ചിരിക്കുകയാണ് കോടതി. വോട്ടുകൊള്ള വിഷയത്തിൽ ഇടപെട്ട കോടതി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെയാണ് അട്ടിമറി സാധ്യതകളിലേക്ക് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടിയത്. സുരേഷ് ഗോപി വ്യാജ വോട്ട് ചേർത്തെന്ന പരാതിയിൽ ആദ്യം BLOയ്ക്കാണ് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് കോടതി അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയും സഹോദരനും BLOയുമായി ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും വോട്ടുകൾ അനധികൃതമായി ചേർത്തുവെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. BLOമാർ ജനുവരി 20-ന് നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും സഹോദരൻ സുഭാഷ് ഗോപിയും കുടുംബാംഗങ്ങളും തൃശൂർ നിയോജക മണ്ഡലത്തിലെ മുക്കാട്ടുകര ബൂത്തിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് TN പ്രതാപൻ പരാതി നൽകിയത്. തുടർന്ന് കോടതി ബൂത്ത് ലെവൽ ഓഫീസർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിടുകയായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്കുകളും ശ്രദ്ധേയമാണ്. ഗുരുവായൂർ ഒഴികെ സുരേഷ് ഗോപി ലീഡ് ചെയ്ത 6 നിയമസഭാ മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്നും ശരാശരി 50 വോട്ടർമാർ പുറത്താക്കപ്പെടുമ്പോൾ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഈ സംഖ്യ 200-നും 300-നും അടുത്താണ്. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 589 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച 29-ാം നമ്പർ ബൂത്തിൽ 337 വോട്ടർമാരെയാണ് നീക്കം ചെയ്യുന്നത്. ഇതോടെ വലിയ അധ്വാനമില്ലാതെ സുരേഷ് ഗോപിക്ക് ജയിക്കാനാകും. ഈ ഒഴിവാക്കിയവരിൽ 334 പേരും കണ്ടെത്താനാവാത്തവർ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. കൂടാതെ 16-ാം നമ്പർ ബൂത്തിൽ 191 പേരെ ഒഴിവാക്കുമ്പോൾ അതിൽ 143 പേരും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരാണ്. നഗരമേഖലകളിൽ വോട്ടർമാർ സ്ഥലം മാറിപ്പോകുന്നത് സ്വാഭാവികമാണെങ്കിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. BJP മുന്നിലെത്തിയ മണ്ഡലങ്ങളിൽ മാത്രം ഇത്തരം വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നതാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കള്ളവോട്ടുകൾ ചെയ്താണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഈ പട്ടികയിൽ തൃശൂരിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കുമ്പോൾ അത് രാഹുലിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതിന് തുല്യമാണ്. വ്യാജരേഖ ഉണ്ടാക്കി വോട്ട് ചേർത്തു എന്ന് തെളിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കുവാൻ കോടതി ഇടപെടൽ മാത്രമാണ് ആവശ്യം. കോടതി നടപടികൾ തുടങ്ങിയതോടെ തെളിവുകൾ പുറത്തുവരുമെന്ന പേടിയും BJPയെ വലയ്ക്കുന്നുണ്ട്. ഇതിനു പിന്നാലെ ശക്തമായ നടപടികൾ കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ MP സ്ഥാനം തെറിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.